Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹലോ കിറ്റിയുടെ ഒരു കേക്കിന്റെ ഡെക്കറേഷൻസും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് കൂടി കാണിക്കുന്നുണ്ട്. എല്ലാ കേക്കിനും പറ്റിയ ബേസിക് ആയിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്ക് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരം മൈദ ചേർത്ത് കൊടുത്താൽ മതി. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു കേക്കിലേക്ക് കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചെടുക്കണം. അതുപോലെ ഇതെടുക്കുന്ന മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുന്ന ബൗൾ നല്ല നീറ്റായിരിക്കണം, നനവൊന്നും പാടില്ല. ഇതിലേക്ക് ഇനി 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിക്കാതെയാണ്, ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അല്ലാതുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി. 1 കപ്പ് പഞ്ചസാര ഇതേപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ അടിച്ചിട്ട് എടുത്താലും മതി. ബീറ്റർ വെച്ചിട്ട് മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും. ഒരു ടേബിൾ സ്പൂൺ വീതം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കുറേശ്ശെ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബൗൾ ഒന്ന് കമഴ്ത്തി പിടിച്ചാൽ പോലും താഴേക്ക് പോകാത്ത വിധം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടറാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ഇല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ബട്ടർ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്തിട്ട് ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കും. ഇതിലേക്ക് ചേർത്തിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ഇട്ടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാകുമ്പോൾ പിരിഞ്ഞു പോകാതെ തന്നെ കിട്ടും. പിന്നെ പിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് പൗഡറിൻ്റെ മൈദയുടെയൊക്കെ ആ മിക്സ് കുറേശ്ശെ ഇതേപോലെ ചേർത്തിട്ട് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒട്ടും ഓവറായിട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്തതൊന്നും താഴ്ന്നു പോകരുത്. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഒരു 3-4 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്.
നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ പോയിട്ട് കേക്കിൽ ഹോൾസ് ഉണ്ടാവും. ഇതിനി ഓവനിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒട്ടും എയർ ബബിൾസ് ഇല്ലാതിരിക്കും. ഓവൻ ഞാൻ 170 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കേക്ക് ഒരു 50 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാതെ ആണെങ്കിൽ ഒരു 45-50 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ടാണ് ഐസിങ് ചെയ്യുന്നത്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് മുകൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ കേക്ക്. സൈഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല, ഇതല്ലാതെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് കാരമൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് കാരമലാക്കിയിട്ട് അതിലേക്ക് നട്ട്സ് കൂടി ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.25 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ കേക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. കേക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ ലെയറിലൊന്നും ഒരുപാടങ്ങ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നൊന്നുമില്ല, കുറച്ച് മാത്രം ക്രീം മതിയെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു നട്ട്സ് കാരമൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത പീസ് കേക്ക് വെച്ചിട്ട് അതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നട്ട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ ക്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കേക്ക് മൊത്തത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ക്രം കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റൊക്കെ വെച്ചിട്ട് ആണ് ബാക്കിയുള്ള മുകളിലും സൈഡിലൊക്കെ ഐസിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ഒക്കെ നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് അടയാനായിട്ട് നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലുള്ള ഒരു കാർഡ് വെച്ചിട്ടാണ് ഇത് ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ പിങ്ക് കളർ ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ഒരു
ബട്ടർ പേപ്പർ വെച്ചിട്ട് മടക്കിയിട്ടുള്ള ഒരു കോണിൽ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. രണ്ട് സൈഡിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. ആ രണ്ട് സൈഡിലുള്ള ആ മീശ വരുന്നതാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് കണ്ണായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു ഹലോ കിറ്റിയുടെ ആ ഒരു കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അവരവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് പൈപ്പിംഗ് ബാഗിൽ പിങ്ക് കളറിലെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് പൈപ്പ് ചെയ്യുന്നത്. അതേ നോസിൽ തന്നെ വെച്ചിട്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റാറിൻ്റെ നോസിലിടാതെ അല്ലാതെ നോസിലൊന്നും ഇടാതെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് യെല്ലോ കളറിലുള്ള വിപ്പിംഗ് ക്രീം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചെവിയായിട്ട് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബോ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എഡിബിൾ അല്ല, അല്ലാതുള്ളതാണ്. ഫോണ്ടൻ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം. എപ്പോഴും കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ. ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്